بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد സൂറത്ത് ത്വാഹ 105 മുതൽ 108 വരെയുള്ള ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ സൂചിപ്പിക്കാം. വയസ്അലൂനക അനിൽ ജിബാൽ, ഇതിലെവിടെയും തഫ്ഖീം ചെയ്യേണ്ട ഇസ്തിഅലാഇൻ്റെ ഹർഫുകൾ വന്നിട്ടില്ല. എല്ലാം ഇസ്തിഫാലിൻ്റെ ഹർഫുകളാണ്. വയസ്അലൂനക അനിൽ ജിബാൽ, ഇവിടെ നമ്മുടെ പല വ്യക്തികളും സുഹൃത്തുക്കൾ പാരായണം ചെയ്യുമ്പോൾ വയസ്അലൂനക അനിൽ ജിബാൽ എന്നൊക്കെ പറയും. അത് ശരിയല്ല. വയസ്അലൂനക അനിൽ ജിബാൽ ഫഖുൽ, ഇതിൽ ഖാഫിനെ തഫ്ഖീം ചെയ്യണം. ഇസ്തിഅലാഇൻ്റെ ഹർഫായതുകൊണ്ട് നിസ്ബിയായ തഫ്ഖീം കൊടുക്കുക ഖാഫിന്. ഫഖുൽ യൻസിഫുഹാ, ഈ പദത്തിൽ സാക്കിനത്തായ നൂനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ചു മണിച്ചുച്ചരിക്കണം, അവ്യക്തമാക്കി മണിക്കണം. യൻസിഫുഹാ റബ്ബി, ഈ പദത്തിൽ റാഇനെ തഫ്ഖീം ചെയ്യണം. റബ്ബി നസ്ഫ, റബ്ബി യൻസിഫുഹാ റബ്ബി നസ്ഫ. ഫയദറുഹ, ഇതിലും റാഇനെ തഫ്ഖീം ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, തടിപ്പിച്ച റാ ഉച്ചരിക്കുക. ഫയദറുഹ, മറ്റക്ഷരങ്ങൾക്ക് തഫ്ഖീം വരരുത്. ഫയദറുഹ ഖാഅൻ സഫ്സഫ, ഖാ എന്ന് പറയുമ്പോൾ ഖാഫിനും അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫിനും തഫ്ഖീമാണ്. ഇസ്തിഅലാഇൻ്റെ ഹർഫാണ് ഖാഫ്, അതുകൊണ്ട് തന്നെ തടിപ്പിച്ച് സ്വരഭാരത്തോടെ ഉച്ചരിക്കണം. ഖാ ഖാ എന്ന് പറയണം. ഖാ എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. ഖാഅൻ സഫ്സഫ, അൻ എന്ന് പറയുമ്പോൾ ഐനിന് തർഖീഖാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഐനിൻ്റെ തൻവീനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ചു മണിക്കണം. മണിക്കലിൽ തഫ്ഖീം വേണം, കാരണം ശേഷമുള്ള ഹർഫ് സ്വാദാണ്, അതിനെ തഫ്ഖീം ചെയ്യേണ്ടതാണ്. ഇസ്തിഅലാഇൻ്റെ ഹർഫ് ആയതുകൊണ്ട് മണിക്കലിലും എന്ന് പറയണം. ആ വരെയും തർക്കീഖാണ്. ആ പിന്നീടുള്ള മണിക്കലിൻ്റെ ശബ്ദം സാക്കിനത്തായ നൂനിൻ്റെ ശബ്ദമാണല്ലോ തൻവീനിൽ ഉച്ചരിക്കുന്നത്. തൻവീൻ നൽകപ്പെട്ട അക്ഷരങ്ങളിൽ സാക്കിനത്തായ നൂനിനെയാണ് നാം ഉച്ചരിക്കുന്നത്. ആ നൂൻ മുതൽ മണിക്കൽ എല്ലാം തഫ്ഖീമോടുകൂടി, പിന്നെ സ്വാദും തഫ്ഖീമോടുകൂടി ഉച്ചരിക്കും. അപ്പോൾ എന്ന് തർക്കീഖോട് കൂടിയാണ്. ഫ എന്ന് പറയേണ്ട, ഫ സ്വാദ് തഫ്ഖീമാണ് എന്ന് സൂചിപ്പിച്ചു. ലാ തറാ, ലാ ലാ എന്നേ പറയുള്ളൂ, ലോ അല്ല, ലാ ലാ തറാ, തറാ റാഇനും അലിഫിനും തഫ്ഖീം കൊടുക്കുക, തടിപ്പിച്ച് ഉച്ചരിക്കുക. ലാ തറാ ഫീഹാ, ഫീഹാ ഫീഹാ ആയി പോകരുത്. ഫീഹാ ഇവജൻ വലാ, ഇവജൻ ഐന് വ്യക്തമായി മഖ്റജിൽ നിന്ന് ഉച്ചരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇവജൻ വലാ, വാവുകളൊക്കെയും രണ്ട് ചുണ്ടുകൾ വൃത്താകൃതിയിലാക്കിക്കൊണ്ട് ചുണ്ടുകളിൽ നിന്ന് തന്നെ വാവിനെ ഉച്ചരിക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അവിടെ തൻവീനിനെ ഇദ്ഗാം ബിഗുന്ന ചെയ്ത് വാവിലേക്ക് ലയിപ്പിച്ച് മണിക്കണം. എന്നതിലെ ദീർഘം മദ് മുൻഫസിൽ ജായിസാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ അലിഫിനെ ദീർഘിപ്പിക്കുക. എന്ന പദത്തിലെ സാക്കിനത്തായ മീമിനെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കേണ്ടതാണ്. يومئذ يتبعون الداعي لا عوج له, ഇതിൽ يومئذ يتبعون തൻവീനിനെ ഇദ്ഗാം ബിഗുന്ന ചെയ്ത് യായിലേക്ക് ലയിപ്പിച്ച് മണിക്കണം. يومئذ يتبعون الداعي,
ഐന് നേരത്തെ സൂചിപ്പിച്ച പോലെ വ്യക്തമാക്കി മഖ്റജിൽ നിന്ന് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. ലാ ഇവജ ലഹ്. ലഹു എന്നതിൽ മദ്ദുസ്സിലത്ത് സുഗ്റായാണ് ചേർത്ത് ഓതുമ്പോൾ ഉണ്ടാവുക. ആ ഹായിനെ ലഹു ലഹു വഖശഅത് എന്ന് ചേർത്ത് ഓതുന്നു. എന്നാൽ വഖഫ് ചെയ്യുമ്പോൾ ഹായിന് സുക്കൂന് കൊടുക്കണം. ലഹ് എന്ന് സാക്കിനത്തായ ഹായിനെ ഉച്ചരിക്കുക. ലാ ഇവജ ലഹ് വഖശഅതിൽ അസ്വാതു വഖശഅതിൽ അസ്വാതു. ഖാ പൂർണ്ണമായ തഫ്ഖീം കൊടുക്കേണ്ട ഇസ്തിഅലാന്റെ ഹർഫാണ്. ഖ വഖശഅതി. മറ്റക്ഷരങ്ങൾക്കൊക്കെ തർക്കീഖാണ്. അൽ അസ്വാതു സ്വാദിന് തഫ്ഖീം കൊടുക്കണം, ഇസ്തിഅലാന്റെ ഹർഫാണ് എന്നതുകൊണ്ട്. വഖശഅതിൽ അസ്വാതു. അസ്വാതു ഹംസ വ്യക്തമായി മുറിച്ചുച്ചരിക്കണം. പലപ്പോഴും പലരും തെറ്റിച്ച് വഖശഅതിൽ അസ്വാതു ലസ്വാതു എന്ന് പറയും. ലസ്വാതു അങ്ങനെ പറയരുത്, അത് തെറ്റാണ്. വഖശഅതിൽ അസ്വാതു ലിർറഹ്മാനി. ലിർറഹ്മാനി റാഇനും പൂർണ്ണമായ തഫ്ഖീമാണ്, ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ലിർ എന്ന് റാഇനെ വിറപ്പിക്കരുത്, തക്രീർ വരാതെ സൂക്ഷിക്കണം. റാഇന് ഷദ്ദ് വരുമ്പോൾ പ്രത്യേകിച്ചും. ലിർറഹ്മാനി ലിർറഹ്മാനി ഒറ്റ റാ തഫ്ഖീം ചെയ്ത് തടിപ്പിച്ച് ഉച്ചരിക്കുക. ലിർറഹ്മാനി ഹ വ്യക്തമായി മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുക. തൊണ്ടയുടെ മധ്യമാണ് ഹഇൻ്റെയും ഐനിൻ്റെയും ഒക്കെ മഖ്റജ്. ലിർറഹ്മാനി ഫലാ തസ്മഉ ഫലാ തസ്മഉ ഇല്ലാ ഹംസ ഇല്ലാ ഹംസ. ഈ പദത്തിൽ ഹംസ എന്ന് പറയുമ്പോൾ സാക്കിനത്ത മീമുണ്ട്. ഇൽഹാർ ഷഫവി നൽകി അല്പം പോലും മണിക്കാതെ വ്യക്തമാക്കി ഉച്ചരിക്കണം. ഇല്ലാ ഹംസ. ബാറകല്ലാഹു ഫീക്കും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ويسألونك عن الجبال فقل ينسفها ربي نسفا فيذرها قاعا صفصفا لا ترى فيها عوجا ولا أمتا يومئذ يتبعون الداعي لا عوج له وخشعت الأصوات للرحمن فلا تسمع إلا همسا.